വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗേൾസ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഫിസിയോളജി പാർട്ടിലെ ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പിറേഷൻ്റെ ഫിസിയോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വി നോ ഹൗ ഇമ്പോർട്ടൻറ്റ് റെസ്പിറേഷൻ ഇസ് ഇൻ ആർ ലൈഫ്സ് അല്ലേ. റെസ്പിറേഷൻ ഇല്ല എങ്കിൽ, റെസ്പിറേഷൻ എന്നൊരു പറഞ്ഞൊരു പ്രോസസ്സ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ട് വന്നേനെ. നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ്ഡ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എമിറ്റ് ചെയ്യാൻ വഴിയില്ലാണ്ടായി വന്നേനെ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സർവൈവൽ. നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് what exactly is happening during the process of respiration. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് 3 ഫേസസ് ആണ് ഉള്ളത്. ദ എക്സ്റ്റേണൽ റെസ്പിറേഷൻ, ഗ്യാസ് ട്രാൻസ്പോർട്ട് ആൻഡ് 3 ഇൻറ്റേർണൽ റെസ്പിറേഷൻ. ഇൻറ്റേർണൽ റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ നമുക്ക് കേട്ടുപരിചയമുള്ളതാണ് അല്ലേ. ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിയൻ അല്ലെങ്കിൽ ഫ്യൂവലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ സെല്ലിലേക്ക് എത്തിക്കുന്ന എനർജി ആയിട്ട് അതിനെ മാറ്റുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് സെല്ലുലാർ. വിത്തിൻ ദ സെൽ നടക്കുന്ന ആ പ്രോസസ്സിനാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ പാട്ട് നമ്മൾ വിട്ടിട്ട് ബാക്കി 2 എണ്ണമാണ് ഈ പറഞ്ഞ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൽ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി വി ഹാഡ് ഡിസ്കസ്ഡ് ഇൻ ബയോകെമിസ്ട്രി. അപ്പോൾ ഏത് രണ്ടുമാണ് ഇപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ള റെസ്പിറേഷൻ്റെ ഫിസിയോളജിയിൽ സ്പെസിഫിക്കലി നമ്മൾ എടുത്ത് നോക്കാൻ പോകുന്ന എക്സ്റ്റേണൽ റെസ്പിറേഷനും ഗ്യാസ് ട്രാൻസ്പോർട്ടും. നൗ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വീണോ എക്സ്റ്റേണൽ റെസ്പിറേഷൻ അല്ലേ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ആ ആക്ടിനാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് എക്സ്പയർ ചെയ്യുക. ഓക്കെ, ഇൻസ്പയർ ചെയ്യുക, എക്സ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനാണ് ബ്രീത്തിങ് അഥവാ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് അബൌട്ട് ഗ്യാസ് ട്രാൻസ്പോർട്ട്? ഗ്യാസ് ട്രാൻസ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശ്വസിച്ചെടുത്ത ഓക്സിജനെ ഓരോരോ സെല്ലിലേക്ക് എത്തിക്കണം. ആ സെല്ലിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് മേടിച്ച് പുറത്ത് കളയണം. ദാറ്റ് ഈസ് ഗ്യാസ് ട്രാൻസ്പോർട്ട്. അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന ഓർഗൻസ് ഉണ്ട്. ഇൻ ആ കേസ് ലങ്സ് ആണ് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഓർഗൻസ്. ഓരോ ഓർഗാനിസത്തിലും അതിന് മോഡിഫിക്കേഷൻസ്, വേരിയേഷൻസ് കാണും. ലങ്സ് ആണ് ഈ ഓർഗാനിസത്തിലൊക്കെ, ടെറസ്ട്രിയൽ ഫോംസിലൊക്കെ ലങ്സ് ആണ് ഈ പറഞ്ഞ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് തന്നെയാണ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ലങ്സ് ആണ് അവിടെ കീ റോൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഏതൊരു പ്രോസസ്സാണെങ്കിലും നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രോസസ്സും ഇറ്റ് ഈസ് അണ്ടർ 2 സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാ പ്രോസസ്സും നടക്കുന്നത്. വൺ ഇസ് അണ്ടർ the control of nerves, neural control. The other is under the control of hormones or endocrine control. ഈ എൻഡോക്രൈൻ സിസ്റ്റവും ന്യൂറൽ സിസ്റ്റവും കൂടി ഒരുമിച്ച് നിന്ന് ആണ് നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രോസസ്സസും അതിൻ്റെ സമയത്ത് വളരെ കൺട്രോൾഡ് ആയിട്ട് നടത്താൻ കാരണക്കാർ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഓൾസോ നമ്മുടെ റെസ്പിറേറ്ററി system is also under the control of these 2 systems. We will be discussing particularly ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ചായിരിക്കും, ന്യൂറൽ കൺട്രോളിനെ കുറിച്ചായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? ഉള്ളിലേക്ക് ശ്വസിക്കുന്ന ആ ഒരു പ്രോസസ്സ് ആണ് ഇൻസ്പിറേഷനും അതെ എക്സ്പിറേഷനുമാണ്. രണ്ടും ന്യൂറൽ കൺട്രോളിൽ തന്നെയാണ്. പക്ഷെ ആദ്യം ട്രിഗേർഡ് ആകുന്ന റെസ്പിറേഷനിൽ ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ എന്ന് പറഞ്ഞ 2 സ്റ്റെപ്പുകളിൽ ആദ്യം ട്രിഗേർഡ് ആവുന്ന ന്യൂറൽ സ്റ്റിമുലസ് കിട്ടി ആദ്യം ട്രിഗേർഡ് ആവുന്നത്
ഇൻസ്പിറേഷനാണ് സ്റ്റിമുലസ് വരുന്നത്. അതിന് വേണ്ട സ്റ്റിമുലസ് കിട്ടുന്നത് നമ്മുടെ ബ്രെയിനിലെ മെഡുല ഒബ്ലോങ്കട്ട എന്ന് പറഞ്ഞൊരു റീജിയനിൽ നിന്നാണ് അതിന് വേണ്ട സ്റ്റിമുലസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇൻസ്പിറേഷൻ എക്സ്പിറേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുന്നേ ഐ തിങ്ക് വി ക്യാൻ ഡിസ്കസ് എ ലിറ്റിൽ അബൌട്ട് ദ ന്യൂറൽ മെക്കാനിസം ഓഫ് കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, ന്യൂറൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷനെ കുറിച്ച് അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വിൽ ഗോ ടു ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ഇൻ ഡീറ്റെയിൽ. ആസ് വി നോ, റെസ്പിറേഷൻ ഇസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ റിതമിക് പാറ്റേൺ. അല്ലേ, നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോഴും എക്സ്പയർ ചെയ്യുമ്പോഴും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അതൊരു പർട്ടിക്കുലർ സീക്വൻസിലാണ്. അല്ലേ, തോന്നുന്ന സ്പീഡിലാണോ? അല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു റേറ്റ് ഉണ്ട്. ആ റേറ്റിന് മാറ്റം വരുന്ന എപ്പോഴാണ്? നമ്മൾ എന്തെങ്കിലും അധ്വാനിക്കുമ്പോൾ, ഓടുമ്പോൾ, കിതയ്ക്കുമ്പോൾ, അസുഖമുള്ള സമയത്തുമൊക്കെ മാറ്റങ്ങൾ വരാം, പേടിച്ചിരിക്കുമ്പോഴൊക്കെ മാറ്റങ്ങൾ വരാം. അല്ലാണ്ട് നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ സീക്വൻസിൽ ഋതത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഋതത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ദി ന്യൂറോൺസ് ഹാവ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ. ഇപ്പം മെയിനായിട്ട് ഏറ്റവും നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സിലെ ഏറ്റവും ഹൈ പൊസിഷൻ, ഹയർ റെസ്പിറേറ്ററി സെൻറ്റർ, ഏറ്റവും മെയിൻ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന റെസ്പിറേറ്ററി കൺട്രോൾ, ഇപ്പം നമ്മൾ ബാക്കി എൻഡോക്രൈൻ ഗ്ലാൻസ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് പൊസിഷനിലിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഹൈപ്പോതലാമസ് ആണ്. അല്ലേ, ഹൈപ്പോതലാമസിൽ നിന്നാണ് എല്ലാ സ്റ്റിമുലസസും പോണത്. അതാണ് കൺട്രോൾ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കേസിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് കൺട്രോൾ പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. ഓക്കെ, കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസ് ആണ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ മെഡുല ഒബ്ലോങ്കേറ്റ. Okay, groups of neurons that act as respiratory centers located in the medulla oblongata region. അതിൽ ഓരോ സെൻറ്ററായിട്ട് എടുത്ത് നമുക്ക് പറയാം. ന്യൂമോടാക്സിക് സെൻറ്റർ, ഹയസ്റ്റ് സെൻറ്റർ മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞു. അടുത്ത സെൻറ്ററിൻ്റെ കാര്യം ന്യൂമോടാക്സിക് സെൻറ്റർ. ഇത് കാണപ്പെടുന്നത് അപ്പർ പോൺസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സ്ട്രക്ചറുണ്ട് നമ്മുടെ തലയിൽ. അവിടെ അപ്പർ പോൺസിൽ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് പാരാബ്രാങ്കിയാലിസ് മീഡിയാലിസ് ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ്. അപ്പർ പോൺസിൽ ഒരു സെറ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ന്യൂറോൺസ് കിടപ്പുണ്ട്. അതിൻ്റെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ന്യൂക്ലിയസ് ഓഫ് പാരാബ്രാങ്കിയാലിസ് മീഡിയാലിസ്. ആ ന്യൂക്ലിയസ് ആണ് ഈ ന്യൂമോടാക്സിക് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യണത്. അത് ഡെഫിനറ്റ്ലി ഹയർ സെൻറ്ററിൽ നിന്ന് അഥവാ മെഡുല ഒബ്ലോങ്കേറ്റിൽ നിന്ന് ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ച് അടുത്ത താഴെയുള്ള സെൻറ്ററിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. താഴെയുള്ള സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെയും താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന സെൻറ്ററാണ് അപ്ന്യൂസ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അപ്ന്യൂസ്റ്റിക് സെൻറ്ററിൻ്റെ പണി, അതിൻ്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യലാണ് ചുരുക്കി പറഞ്ഞ ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ബൈ കട്ടിംഗ് ഡൗൺ ദ ആക്ടിവിറ്റി ഓഫ് ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ പണി എന്താണ്? ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടുക by cutting down the activity of inspiration. ഓക്കെ, റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മിനിറ്റിലാണെങ്കിൽ എത്ര തവണ നമ്മൾ ഇൻഹെയിൽ ചെയ്തു എക്സെയിൽ ചെയ്തു. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ടുഗെദർ ആണ് നമുക്ക് റെസ്പിറേഷൻ പറയാൻ പറ്റും. അപ്പോൾ റെസ്പിറേഷൻ്റെ റേറ്റ് ഒരു ഇൻ്റർവൽ ടൈം നോക്കിയാൽ അതിൻ്റെ അളവ് കൂട്ടുക. എങ്ങനെയാണ് കൂട്ടാൻ ഈ ന്യൂമോടാക്സിക് സെൻറ്റർ ശ്രമിക്കുന്നത്? ഇൻസ്പിറേഷൻ്റെ അളവ് കുറച്ചുകൊണ്ട്. ഓക്കെ, ഇൻസ്പിറേഷന് കുറേ സമയം നമ്മൾ എടുത്താലും ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് ഇൻസ്പിറേഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് സമയത്തിൽ റെസ്പിറേഷൻ്റെ റേറ്റ് നോക്കിയാൽ കുറവായിരിക്കും അല്ലേ, കമ്പയർഡ് ടു സാധാരണ രീതിയിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യണ വെച്ച് നോക്കുമ്പോൾ. ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇറ്റ് കട്ട്സ് ഡൗൺ ഇൻസ്പിറേഷൻ thereby increase the rate of respiration. അതാണ് അത് ചെയ്യുന്നത്.
ഇൻ ഷോർട്ട് അതിൻ്റെ പണി പറഞ്ഞാൽ എന്താ, മെയിൻ ഹയർ സെൻറ്ററിൽ നിന്ന് ഇൻഫർമേഷൻ മേടിച്ച് താഴെയുള്ള അപ്ന്യൂസ്റ്റിക് സെൻറ്ററിൻ്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യലാണ് അതിൻ്റെ പണി. ഈ നെക്സ്റ്റ് സെൻറ്റർ ഓൾറെഡി മെൻഷൻ ചെയ്തു, ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ താഴെയുള്ള സെൻറ്റർ എന്ന് പറയുന്ന അപ്ന്യൂസ്റ്റിക് സെൻറ്റർ ആണ്. ഇത് കാണുന്നത് മറ്റൊരു അപ്പർ പോൺസിലാണ് കണ്ടതെങ്കിൽ ഇത് ലോവർ പോൺസിലാണ് കാണുന്നത്. ഇതിൻ്റെ പണി ഇൻസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യലാണ് ഇതിൻ്റെ പണി. ഇൻസ്പിറേഷൻ്റെ ആക്ടിവിറ്റി, ദി ആക്ടിവിറ്റി ഓഫ് ഇൻസ്പിറേഷൻ കൂട്ടുക എന്ന പണിയാണ് അപ്ന്യൂസ്റ്റിക് സെൻറ്റർ ചെയ്യണത്. ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ പണി എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ഇൻസ്പിറേഷൻ വെട്ടിക്കുറയ്ക്കലാണ് പണി. അഥവാ അപ്ന്യൂസ്റ്റിക് സെൻറ്ററിൻ്റെ ആക്ടിവിറ്റീനെ ഒന്ന് കടിഞ്ഞാണിട്ട് പിടിക്കലാണ് ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ പണി. അപ്ന്യൂസ്റ്റിക് സെൻറ്ററിൻ്റെ പണി എന്തായിരുന്നു? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഇൻസ്പിറേഷൻ, പ്രൊമോട്ട്സ് ഇൻസ്പിറേഷൻ കൂട്ടുക, ഇൻസ്പിറേഷൻ നടത്തുക എന്ന പണിയാണ് അപ്ന്യൂസ്റ്റിക് സെൻറ്റർ എന്നുള്ള. ഇനി അടുത്ത സെൻറ്റേഴ്സ് ആണ് മെഡുലറി റെസ്പിറേറ്ററി സെൻറ്റേഴ്സ്. മെഡുലയിൽ കാണുന്ന ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് റെസ്പിറേറ്ററി ഗ്രൂപ്പ്സ്, സെറ്റ് ഓഫ് ന്യൂറോൺസ് ഈ ഗ്രൂപ്പ്സിൽ വരുന്നുണ്ട്. ദ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ആൻഡ് വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്. രണ്ടും കാണുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ റീജിയനിലാണ് ഇത് കാണുന്നത്. മറ്റൊരു ഡോർസൽ സൈഡിലായിരിക്കും കാണുന്നത്, വെൻട്രൽ ഗ്രൂപ്പ് വെൻട്രൽ റീജിയനിലായിട്ടായിരിക്കും കാണുന്നത്. ഇനി ഈ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പിന് DRG എന്ന് അബ്രിവിയേറ്റ് ചെയ്ത് നമ്മൾ പറയും. ഈ DRG അതിൻ്റെ അകത്ത് പെർട്ടിക്കുലർലി ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോൺസ് ആണെന്ന് പറഞ്ഞു. ടിയിലെ ക്യാപിറ്റൽ T ന്യൂറോൺസ്, ആ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് അവിടെ കാണുന്നത്. അതിൻ്റെ പണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേഷൻ ഓഫ് ഇൻസ്പിറേറ്ററി സ്റ്റിമുലൈ. ഇൻസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന പണിയാണ് DRGക്കുള്ളത്. എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക? ഇൻസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഇൻസ്പിറേഷന് സഹായിക്കുന്ന, ഇൻസ്പിറേഷന് കാരണമാകുന്ന ചില മസിൽസ് ഉണ്ട്. ആ മസിൽസിൻ്റെ കോൺട്രാക്ഷനെ ഇത് ട്രിഗർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ മസിൽസ് കോൺട്രാക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ, ഉള്ളിലേക്ക് ശ്വാസം വലിക്കാൻ നിർബന്ധിതരാകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ DRGയുടെ പണി. സ്റ്റിമുലേറ്റ്സ് ഇൻസ്പിറേഷൻ ബൈ ഇനീഷ്യേറ്റിംഗ് കോൺട്രാക്ഷൻ ഓഫ് ഇൻസ്പിറേറ്ററി മസിൽസ്. ഇനി VRG, വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്, വെൻട്രൽ സൈഡിലാണ് കാണുന്നേ എന്ന് പറഞ്ഞു മെഡുല ഒബ്ലോങ്കേറ്റയുടെ. ഇതിൻ്റെ അകത്ത് T ന്യൂറോൺസ് അല്ല, I and E ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഇൻസ്പിറേഷനെ മാത്രമായിട്ടൊരു പ്രത്യേക കൺട്രോൾ ചെയ്യുന്നില്ല. ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി രണ്ടിൻ്റെ മസിൽസ് ആയിട്ട് ഇതിന് കണക്ഷൻസ് ഉണ്ട്. രണ്ടുമായിട്ട് ഈക്വലി അത് സപ്ലൈസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ പോയിന്റ് വി നീഡ് ടു നോട്ടീസ്, ഈ VRGയും DRGയും രണ്ടും വെവ്വേറെ സാധനങ്ങളായിട്ട് നിന്നല്ല പ്രവർത്തിക്കുന്നത്. രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിന്നാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ റിതമിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഈ ന്യൂറൽ കൺട്രോളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ രണ്ട് റിസെപ്റ്റേഴ്സിൻ്റെ കാര്യം. ഇപ്പോൾ ബ്രെയിനിലെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ചില റിസെപ്റ്റേഴ്സ് ഉണ്ട്. സെൻട്രൽ കീമോ റിസെപ്റ്ററും ഉണ്ട്, പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ്. കീമോ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ലെവൽസിലുള്ള കെമിക്കൽ ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസെപ്റ്റേഴ്സിനാണ് കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇൻ കണക്ഷൻ വിത്ത് റെസ്പിറേഷൻ നമ്മൾ പറഞ്ഞു വരുമ്പോഴുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ്, ഇറ്റ് വിൽ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, pH മുതലായ സാധനങ്ങൾ. pH എന്ന് പറയുമ്പോഴത്തേക്കും H+ അയൺ കോൺസെൻട്രേഷൻ ഒക്കെ അതിൽ പെടുന്നു. ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന കെമിക്കൽ റിസെപ്റ്റർ ഡിറ്റക്റ്റ് ചെയ്യുന്ന വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ കോമ്പൗണ്ട്സിൽ, ഈ പറഞ്ഞ എലിമെൻറ്റ്സിൽ, സബ്സ്റ്റൻസസിലുള്ള ചേഞ്ചസ് ആണ്, ലെവൽസിലുള്ള ചേഞ്ചസ് ആണ് ഇവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ഇസ് സെൻട്രൽ കീമോ റിസെപ്റ്റർ ആൻഡ് പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ്. ഈ സെൻട്രൽ കീമോ റിസെപ്റ്റർ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിലാണ് കാണുന്നത്. നമ്മുടെ ബ്രെയിൻ സ്റ്റെം അല്ലേ, തലയുടെ അവിടെയുള്ള ബ്രെയിൻ സ്റ്റെമ്മിലായിട്ടാണ് ഇത് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. വെൻട്രൽ പൊസിഷനിൽ
നടുവിൽ മീഡിയൻ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നിയർ ദ മെഡുല 9th ഉം 10th ഉം ക്രേനിയൽ നേർവ്സിൻ്റെ അത് ഒറിജിനേറ്റ് ചെയ്യണതിൻ്റെ അടുത്തായിട്ടാണ് കാണുന്നത്. പൊസിഷൻ മനസ്സിലായോ? ബ്രെയിൻ സ്റ്റെമ്മിലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ വെൻട്രൽ പാർട്ടിലെ മിഡ് റീജിയനിൽ നിയർ ദ മെഡുല അവിടെ തന്നെ കൃത്യമായ പൊസിഷൻ പറഞ്ഞാൽ ക്രേനിയൽ 9th ഉം 10th ഉം ക്രേനിയൽ നെർവ്സ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ആ ഒറിജിൻ പൊസിഷൻ്റെ അവിടെ ആയിട്ടാണ് ഈ പറഞ്ഞ സെൻട്രൽ കീമോ റിസെപ്റ്ററിനെ കാണുന്നത്. ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ it detects changes in H+ ion concentration in the brain and brain interstitial fluid. ബ്രെയിനിലുള്ള ഫ്ലൂയിഡിലുള്ള H+ ലെവൽ കോൺസെൻട്രേഷൻസിലുള്ള വ്യത്യാസമാണ് ഇത് പിക്ക് ചെയ്ത് എടുക്കുന്നത്. അത് പിക്ക് ചെയ്യുകയും ചെയ്യും. അതനുസരിച്ച് ഇറ്റ് ക്യാൻ stimulate respiration. Okay. Next is peripheral chemoreceptors. Peripheral, അപ്പോൾ അത് ബ്രെയിൻ ഭാഗത്തല്ല കാണുന്നത്, വേറെ ഭാഗങ്ങളിലായിട്ടാണ് കാണുന്നത്. പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സ് കാരോട്ടിഡ് ആൻഡ് അയോട്ടിക് ബോഡീസ് ആണ് ഈ പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ അയോട്ട എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് വെസലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? നമ്മുടെ മെയിൻ ബ്ലഡ് വെസലാണ്. ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് വരുന്നത് ആ വലിയ വെസലിൻ്റെ പേരാണ് അയോട്ട. അത് ബ്രാഞ്ച് ചെയ്ത് അയോട്ടിക് ആർച്ചസ് ആയി മാറുന്നുണ്ട് അല്ലേ? അങ്ങനെ ബ്രാഞ്ച് ചെയ്ത് വരുന്ന വൺ ഓഫ് ദ മെയിൻ ആർച്ചസ് ആണ് കാരോട്ടിഡ് ആർച്ച് എന്ന് പറഞ്ഞൊരു ആർച്ചുണ്ട്. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ അയോട്ടിക് ആർച്ചിൻ്റെ അവിടെയായിട്ട്, അതിൻ്റെ ഭിത്തിയിൽ, അയോട്ടിക് ആർച്ചിൻ്റെ ഭിത്തിയിലായിട്ട് കാണുന്ന കുഞ്ഞ് ബോഡീസാണ് അയോട്ടിക് ബോഡീസ്. ദാറ്റ് ഈസ് എ പെരിഫറൽ കീമോറിസെപ്റ്റർ. അതുപോലെ കാരോട്ടിഡ് ആർച്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ അയോട്ടിക് ആർച്ചിൻ വൺ ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ദ അയോട്ടിക് ആർച്ച്, അത് കാരോട്ടിഡ് ആർച്ച് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ കാരോട്ടിഡ് ആർച്ചിൻ്റെ ജംഗ്ഷനിലും ഈ പറഞ്ഞ കുഞ്ഞു ബോഡി കാണുന്നുണ്ട്. അതാണ് കാരോട്ടിഡ് ബോഡി. അയോട്ടിക് ബോഡി ഉണ്ട്, കാരോട്ടിഡ് ബോഡി ഉണ്ട്. രണ്ടുമാണ് പെരിഫറൽ കീമോ റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവ എവിടുത്തെ കെമിക്കൽ, മറ്റത് നമ്മൾ പറഞ്ഞു ബ്രെയിൻ ഇൻഡസ്ട്രീഷൻ ഫ്ലൂയിഡിൻ്റെയും H+ അയണിലുള്ള വ്യത്യാസം, കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസങ്ങളാണ് സെൻട്രൽ കീമോ റിസെപ്റ്റർ ഡിറ്റക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് ഹിയർ ഇവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ, ഓക്സിജൻ്റെയൊക്കെ പാർഷ്യൽ പ്രഷർ ലെവൽസ്. പാർഷ്യൽ പ്രഷർ എന്താണെന്ന് വിൽ ബി ഡിസ്കസിങ് ഇറ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ pH, ഇതെല്ലാം ബ്ലഡിൽ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞ പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീസ് ആർ ഓൾസോ കണക്റ്റഡ് ടു അല്ലേ, ഇതിന് നേരത്തെ പറഞ്ഞ സെൻട്രൽ കീമോ റിസെപ്റ്ററായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. സെൻട്രൽ കീമോ റിസെപ്റ്റർ എവിടെയായിരുന്നു? അത് എക്സാക്ട് പൊസിഷൻ പറഞ്ഞാൽ 9th ഉം 10th ഉം ക്രേനിയൽ നെർവ്സിൻ്റെ ബേസിലായിട്ടാണ് അത് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ ക്രേനിയൽ നെർവ്സായിട്ട് ഈ പറഞ്ഞ കാരോട്ടിഡ് ആൻഡ് അയോട്ടിക് ബോഡീസ്, ദേ ആർ കണക്റ്റഡ് ത്രൂ നെർവ്സ്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ ഡിറ്റക്റ്റ് ചെയ്യുന്ന ചേഞ്ചസ് അങ്ങോട്ട് ഈ പറഞ്ഞ 9th and 10th നെർവ്സിലേക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഹയർ കീമോ റിസെപ്റ്റേഴ്സിലേക്ക്, സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സിലേക്ക് മെസ്സേജ് പാസും ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, എപ്പോഴൊക്കെയാണ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്? ഇൻസ്പിറേഷൻ നടക്കുന്നത്, റെസ്പിറേഷൻ സ്റ്റിമുലേറ്റഡ് ആവുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. എപ്പോഴായിരിക്കും? ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ അല്ലേ? ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡിൽ pHൻ്റെ അളവ് കുറയുമ്പോൾ. ഈ 3 കണ്ടീഷനിലാണ് റെസ്പിറേഷൻ സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് ന്യൂറൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ ആണ് നമ്മൾ ആദ്യമേ നോക്കി വിട്ടത്.
Now we'll get back to what is inspiration, expiration. Inspiration, as we know, inhaling in, and expiration is inhaling, exhaling out. രണ്ടും ഈ പറഞ്ഞ പോലെ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ട്രിഗർ ചെയ്യാൻ ഇൻസ്പിറേഷനാണ് ഫസ്റ്റ് നടക്കുന്ന, റെസ്പിറേഷനിലെ ഫസ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ നടക്കാൻ വേണ്ടി റെസ്പിറേഷന് സഹായിക്കുന്ന ചില മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ കാണുന്നത് ഡയഫ്രം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറുണ്ട്. ഡയഫ്രം എന്താണെന്ന് വിൽ ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. അത് കൂടാണ്ട് ഡയഫ്രം ഉണ്ട്, ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് നമ്മുടെ റിബ്സിൻ്റെ ഇടയ്ക്കായിട്ട്, റിബ്സും സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില മസിൽസാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേഷൻ. ഓക്കെ, അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റെസ്പിറേഷന് സഹായിക്കലാണ് അതിൻ്റെ മെയിൻ ഒരു പണി. അപ്പോൾ ഈ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാൻ ഇനീഷ്യേറ്റ് ചെയ്താണ് ഇൻസ്പിറേഷൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. ഇതെങ്ങനെ നടക്കുന്നു ആദ്യം തന്നെ ഡയഫ്രം എന്താണെന്ന് പറയാം. ഡയഫ്രം ഒരു ഡോം ഷേപ്പ്, അത് നോർമലി ഇരിക്കുമ്പോൾ തന്നെ ഡോം അല്ലെങ്കിൽ വളഞ്ഞ് ഒരു, അല്ലെങ്കിൽ ഡോം അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ പോലെ, അത്രയും സെമി സർക്കിൾ പോലെ ആവില്ല, എന്നാലും ഇച്ചിരി വളഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. എവിടെ കാണുന്നത്? ഇവിടെ കാണുന്നത് നമ്മുടെ ചെസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ അബ്ഡോമിനൽ, വയറിരിക്കുന്ന ഭാഗം അബ്ഡോമിനൽ ക്യാവിറ്റി. അത് തൊറാസിക് ക്യാവിറ്റീനെയും അബ്ഡോമിനൽ ക്യാവിറ്റീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡോം ഷേപ്പ് സ്ട്രക്ചറാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രത്തിന് നമ്മുടെ ബ്രീത്തിങ്ങിൽ, ഇൻഹെയിൽ ചെയ്യണേലും എക്സ്ഹെയിൽ ചെയ്യുന്നതിലും വളരെയധികം ഒരു പങ്കുണ്ട്. ഇപ്പം നോർമലി ഇങ്ങനെയാണ് ഇരിക്കണേ, ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഒരു കർവ്ഡ് പൊസിഷനിലാണ് എവിടെ ഇരിക്കുന്നത്? തൊറാസിക് ക്യാവിറ്റിയുടെയും അബ്ഡോമിനൽ ക്യാവിറ്റിയുടെയും നടുവിലായിട്ട്. ഈ ഡയഫ്രം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് ക്യാവിറ്റിക്കും ഒരു ഡിവിഷൻ വരുന്നത്. സോ വെൻ വി ഇൻഹെയിൽ, വാട്ട് ഈസ് ഹാപ്പനിങ്? വെൻ വി ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്ന് ശ്വാസം വലിച്ചു നോക്കിക്കേ. എല്ലാവരും ഒന്ന് ശ്വാസം വലിച്ചു നോക്കിക്കേ. യു പ്ലീസ് ഡു ഇറ്റ് വിത്ത് മീ. ശ്വാസം വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കണം? ഉള്ളിലേക്ക് വലിക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്ക്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ സ്റ്റൊമക്ക്? സ്റ്റൊമക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ചെസ്റ്റ്? നെഞ്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ മുകളിയിട്ടാണോ പോലെ തോന്നണല്ലേ? അഥവാ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം കുറച്ച് റീസ്റ്റപ്പ് ആവുന്ന പോലെ എങ്ങനെയാണ് തോന്നുന്നില്ലേ? ഈ ഭാഗം, ചെസ്റ്റ് ഭാഗം പുറത്തേക്ക് പോകുന്ന പോലെ. ജസ്റ്റ് ട്രൈ ഡൂയിങ് ഇറ്റ്, എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഡയഫ്രത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. സോ വെൻ വി ഇൻഹെയിൽ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, ഇങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം സ്ട്രെച്ച് ചെയ്ത് ഇറ്റ് ഈസ് ഫ്ലാറ്റൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നല്ലേ, ഫ്ലാറ്റൻ ചെയ്ത് താഴത്തേക്ക്, ഇവിടെയാണ് പൊസിഷൻ ചെയ്തിരുന്നതെങ്കിൽ ചെസ്റ്റിൻ്റെയും അബ്ഡോമിൻ്റെ ഇടയ്ക്കായിരിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് വലിക്കുമ്പോഴത്തേക്കും ഇത് ഫ്ലാറ്റൻ ചെയ്ത് താഴത്തേക്ക് അമ്മങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന സാധനമാണ്, ഇവിടെ ഇങ്ങനെ ഇരുന്ന സാധനം ഉള്ളിലേക്ക് ശ്വാസം വലിക്കുമ്പോഴത്തേക്കും താഴത്തേക്ക് അമ്മങ്ങുന്നു. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കൂടുതൽ സ്ഥലമായില്ലേ? ഇങ്ങനെ ഇരുന്ന സാധനം താഴത്തേക്ക് പോകുമ്പോൾ തൊറാസിക് ക്യാവിറ്റീസ് എൻലാർജിങ്, ഇതിൻ്റെ സ്പേസ് കൂടി, വോളിയം കൂടി. പിന്നെ അബ്ഡോമിൻ്റെ സ്ഥലം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞില്ലേ? ഇത് താഴത്തേക്കല്ലേ പോകുന്നേ. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ സ്ഥലം കുറഞ്ഞു. പിന്നെ തള്ളിയില്ലേ പുറത്തേക്ക്? റിബ്സ് പുറത്തേക്ക് തള്ളി വരിക ചെയ്യുന്നത്, ചെസ്റ്റ് പുറത്തേക്ക് വരികയല്ലേ ചെയ്യണം ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അഗൈൻ ഈ ഭാഗത്തും കൂടെ അല്ലേ, ദിസ് വേ ഓൾസോ ഇങ്ങനെ ഒരു ഇൻക്രീസ് നടന്നു, ഇങ്ങനെയും ഒരു വോളിയത്തിൽ ഇൻക്രീസ് നടക്കുകയാണ്. അങ്ങനെയാണ് ഉള്ളിലേക്ക് മാക്സിമം എയർ കയറ്റാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ റിവേഴ്സ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഇങ്ങനെ ഇരിക്കുക അല്ലേ, പുറത്തേക്ക് നമ്മൾ ശ്വാസം തള്ളുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് എടുത്തപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. ഇനി പുറത്തേക്ക് ഫോഴ്സ്ഫുള്ളി ഒന്ന് എക്സെൽ ചെയ്ത് നോക്കിക്കേ, എൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. പുറത്തേക്ക് ശ്വാസം ഒന്ന് മനഃപൂർവ്വമായിട്ട് ഫോഴ്സ്ഫുള്ളി എക്സ്ഹെയിൽ ചെയ്തേ. എന്താ സംഭവിക്കണേ? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതിൻ്റെ നേരെ റിവേഴ്സ്, ഇങ്ങനെ ഇരുന്ന സാധനം തിരിച്ച് ബാക്ക് ടു ഇറ്റ്സ് പൊസിഷൻ കയറുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്?
സ്റ്റൊമക്ക് ഇങ്ങനെ വീർത്ത് വന്ന പോലെ നമുക്ക് തോന്നുന്നു. വൈ സോ? അതിൻ്റെ സ്പേസ് കൂടി വരികയാണ്. ഓക്കെ, നേരത്തെ ഇരുന്ന സ്പേസിലേക്ക് അത് കയറി വരികയാണ്, കുറച്ചുകൂടെ ഏരിയ അബ്ഡോമിനൽ ക്യാവിറ്റി വരികയാണ്. ആൻഡ് ചെസ്റ്റോ ഉള്ളിലേക്ക് കയറുന്ന പോലെ തോന്നുകയാണ് അല്ലേ? അപ്പോൾ അതിനെന്താ പറ്റണേ? ഇവിടെ ഈ റിബ്സിൻ്റെ ഭാഗം ഉള്ളിലേക്ക്, നെഞ്ച് ഉള്ളിലേക്ക് ആകുന്നു. പിന്നെ അബ്ഡോമിനൽ ക്യാവിറ്റി ഈ പറഞ്ഞ ഡയഫ്രം മേളിയിട്ട് കയറിയില്ലേ? അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയുടെ സ്പേസ് കുറഞ്ഞു പോയി. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ സ്പേസ് കൂടിയതുകൊണ്ടാണ് നമുക്ക് വയറ് വീർക്കണ പോലെ തോന്നണേ. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം ഉള്ളിലേക്ക് അമങ്ങുന്നു, ചെസ്റ്റ് ഉള്ളിലേക്ക് അമങ്ങുന്നു, ഡയഫ്രം താഴേന്ന് ഇടിച്ച് തള്ളി അതിനെ മേളിയിട്ട് വിടുന്നു. അപ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന എയർ പുറത്തേക്ക് വായും മൂക്കും വഴിയൊക്കെ പുറത്തേക്ക് തള്ളപ്പെടുന്നു. മനസ്സിലായോ എങ്ങനെയൊക്കെ പ്രഷർ വന്നേന്ന്? ഈ ഡയഫ്രം നോർമൽ പൊസിഷനിലേക്ക് കയറുമ്പോഴത്തേക്കും ഇവിടെയുള്ള തൊറാസിക് ക്യാവിറ്റിയുടെ സ്ഥലം കുറയുന്നു. സോ ഒരു ഫോഴ്സ്, ഇവിടെയുള്ള എയറിന് ഫോഴ്സ് കൊടുക്കുക പുറത്തേക്ക് തള്ളാൻ. പിന്നെ ഇവിടെയുള്ള റിബ്സും ഉള്ളിലേക്ക് വലിയുന്ന വഴി അവിടെയും ഫോഴ്സ് കൊടുക്കുകയാണ് പുറത്തേക്ക് എക്സ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ റിബ്സൊക്കെ ഇങ്ങോട്ട് വലിയണ എങ്ങനെയാണ്? അതിന് അത് നിയന്ത്രിക്കുന്ന ഈ റിബ്സിൻ്റെ ആക്ടിവിറ്റി പുറത്തേക്ക് ഇൻസ്പയറിങ് സമയത്ത് പുറത്തേക്ക് അത് തള്ളാൻ കാരണമാവുന്നു, എക്സ്പയറിങ് സമയത്ത് അത് തിരിച്ച് ഉള്ളിലേക്ക് വലിയാൻ കാരണമാവുന്നു ഒക്കെ നമ്മളെ ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കാരണമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദ റോൾ ഓഫ് ഡയഫ്രം, intercostal muscles in inspiration and expiration. Thank you.